നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്തെവിടെ സാഹചര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ബിസിനസ്സുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു 2-3 മാസം കഴിയുമ്പോൾ ആ ബിസിനസ്സുകളൊന്നും അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തിട്ട് അത് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി മാറി, അതുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം, അതേപോലെ തന്നെ ക്യാപിറ്റലായിട്ട് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രമല്ല, ഒരു ബിസിനസ് റൺ ചെയ്ത് അത് ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് എടുക്കും. എത്ര പീരീഡ് എടുക്കും? ആ പീരീഡ് എടുക്കുന്നവരെ നമുക്ക് പ്രോപ്പർ റവന്യൂ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പല എക്സ്പെൻസസും മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും. അതൊന്നും റവന്യൂ ഇല്ലാന്ന് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്തില്ല, അതിന് വേണ്ട പ്ലാനിങ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റിങ്ങോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ നടത്താത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പലരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ലോണിൻ്റെ റീപേയ്മെൻറ്റും ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്ത് ഇത് ഫീസിബിൾ ആണോ, അതേപോലെ തന്നെ കൃത്യമായുള്ളൊരു പ്ലാനിങ്ങും ഒരു ബഡ്ജറ്റിങ്ങും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിഫിക്കൽട്ടീസ് എപ്പോഴും ഒരു എൻറ്റിറ്റിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.